കൂട്ടുകാരെ, സുഖം തന്നെ. ഞാൻ ഒത്തിരി നാളായി നിങ്ങളോടൊക്കെ കാര്യം പറഞ്ഞിട്ടൊക്കെ ഒത്തിരി ദിവസങ്ങളോ ആയി. പിന്നെ ഓണമൊക്കെ എവിടം വരെയായി? ഓണം ഇനി അടുത്തില്ലേ കൂട്ടുകാരെ? നമുക്ക് ഈ വർഷം ഓണമൊന്നും ഇല്ല കേട്ടോ. ഓണം ഇല്ലെന്നല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഓണക്കോടികളൊന്നും എടുക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ഇച്ചിരി സാധനങ്ങൾ കുറച്ച് പൈസ കൊടുത്തിട്ട് ഒക്കെ കടമൊക്കെ പറഞ്ഞ് ഇച്ചിരി സാധനം മേടിക്കണം. 2 കൊച്ചുമക്കളുണ്ട്, അവരെ ഒരുക്കണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോള് മരിച്ചു പോയായിരുന്നു. പിന്നെ എൻ്റെ അമ്മ മരിച്ച്, എൻ്റെ അച്ഛൻ മരിച്ച്, എൻ്റെ മൂത്ത ചേച്ചി മരിച്ചു പോയി. പിന്നെ ഞങ്ങളുടെ ബന്ധക്കാരൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരെയും കൂടെ ഒന്നും പറയാൻ വെക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഓണം വന്നാൽ നല്ല നാൾ വരുന്ന സമയത്തിനൊക്കെ രാവിലെ കാപ്പി ഒരുക്കി വെക്കും. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഊണൊരുക്കി വെക്കും. അവർ ഊണും കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്കെല്ലാം കൊടുത്ത് തൃപ്തിയാക്കിയിട്ടേ നമ്മൾ ആഹാരം കഴിക്കത്തുള്ളൂ. പിന്നെ അത് വെള്ളം തളിച്ച് അത് കഴിക്കാൻ എല്ലാവർക്കും ബഹളം, അയ്യോ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണമെന്നും പറഞ്ഞ്. അങ്ങനെ അതാരെങ്കിലും കഴിക്കും, ഭയങ്കര ഇഷ്ടം അത് കഴിക്കാൻ. പിന്നെ ഞാൻ നാട്ടിലൊന്നും പോകുന്നില്ല കേട്ടോ. എൻ്റെ സ്വന്തം സ്ഥലം കായംകുളവാ, ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ്. ഞാൻ ഈ വർഷം നാട്ടിലൊന്നും പോകുന്നില്ല. എല്ലാ വർഷവും ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. ഈ വർഷം പോകാനുള്ള മാർഗമൊന്നും ഇല്ല. പൈസ വേണം, 10,000-3000 രൂപയോളം ചിലവും കാര്യങ്ങളെല്ലാം കൂടെ വേണം. അത് തന്നെയല്ല, ഓണമായതുകൊണ്ട് അത്രയും കൊണ്ടൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് ഈ വർഷമൊന്നും പോകുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു വിഷമമുണ്ട് എനിക്ക്. നിങ്ങളോട് കൂട്ടുകാരോടൊക്കെ പറയണമെന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് ഇപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല നല്ല ഡ്രസ്സ് കുറഞ്ഞ ടോപ്പുകളൊക്കെ മേടിക്കണം. ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണം. പിന്നെ ഓണത്തിനൊക്കെ എല്ലായിടവും കാഴ്ചകളൊക്കെ കാണാനും പിന്നെ ഓണക്കോടി എടുക്കാനും സാധനം മേടിക്കാൻ പോകുമ്പോഴും ഒക്കെ നമുക്ക് വീഡിയോ എടുത്ത് ഇടണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ മുന്നേറെ ഉണ്ടായിരുന്നു. അതൊന്നും നടക്കത്തില്ല കൂട്ടുകാരെ, എല്ലാം പോയി, എല്ലാം തകർന്നു പോയല്ല. പിന്നെ നോക്കട്ടെ, നമുക്ക് ഇച്ചിരി ആഹാരങ്ങൾ ഒരുക്കണം. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുകൊണ്ട് എനിക്കത് ഒരുക്കാതിരിക്കാൻ ഒക്കത്തില്ല. അത് ഒരുക്കിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും, ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ എനിക്ക് ഉറക്കം കാണത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് ഞാൻ ഇടവേല അത് ഒരുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ, എല്ലാവരും വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിച്ചോ. പിന്നെ എല്ലാ കൂട്ടുകാരും വരണം. നമുക്ക് ഓണം ഇല്ലേലും നമുക്ക് ഓണം ഒരുങ്ങണം. പിന്നെ നമുക്ക് തിരുവാതിര കളിക്കണം, ഭയങ്കര കൈകൊട്ടിക്കളിയൊക്കെ കളിക്കണം. ഇങ്ങനൊക്കെ സന്തോഷം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാവരെയും ഞാൻ ഓണത്തിന് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും പങ്കുകൊള്ളണം. ടാറ്റാ.